മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മെയിൽ ബോക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞു, ഓണസദ്യയും കഴിഞ്ഞു, ഓണാഘോഷങ്ങളൊക്കെ ഗംഭീരമാക്കി എല്ലാവരും ഒന്ന് വിശ്വസിക്കട്ടെ അല്ലേ? അതെ അതെ. ആകാശവാണി ഒരു ഓണസദ്യക്ക് ഒരുക്കിയിരുന്നു. എങ്ങനെയാണ് ശ്രോതാക്കൾ അതൊക്കെ വിഭവങ്ങളൊക്കെ കഴിച്ച് ഒരു അഭിപ്രായമൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അല്ലേ? ആ വിഭവങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആസ്വദിച്ചു എന്നതിനെ കുറിച്ച് അവരയച്ച കത്തുകളും വാട്സപ്പ് മെസ്സേജുകളും വോയിസ് നോട്ടുകളും ഒക്കെ കേൾക്കാനുള്ള സമയമായി അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ഓരോന്നായി എടുക്കാം. ആദ്യം നമുക്ക് വോയിസ് നോട്ട് കേൾക്കാം. അതെ, പട്ടിമറ്റത്ത് നിന്നും പൗലോസ് മാസ്റ്റർ അയച്ച വോയിസ് നോട്ട് കേട്ടാലോ? എറണാകുളത്ത് പട്ടിമറ്റത്ത് നിന്നാണ് പൗലോസ് മാസ്റ്റർ ഈ വോയിസ് നോട്ട് അയച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു ഒത്തൊരുമയോടുകൂടി കേരളത്തിലെ ഏതാണ്ട് എല്ലാ ആകാശവാണി നിലയങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒരു കൈയടക്കത്തോടു കൂടി തന്നെ ഉള്ള പരിപാടികൾ അവതരിപ്പിച്ചത്. അക്കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. കൊറോണ വ്യാപനത്തിന് ശേഷം ഇതുപോലെ വീണ്ടും ആകാശവാണി ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അതിനകത്ത് ഏതാനും പ്രോഗ്രാമുകളെ കുറിച്ച് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 മണിക്ക് ചലച്ചിത്രഗാന പരിപാടിയിൽ ധാരാളം പ്രതിഭകൾ പങ്കെടുത്തു. 80കളിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നദിയ മൊയ്തു അവരുടെ സിനിമ അനുഭവങ്ങളും അതുപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളും അവരുടെ സ്വന്തം ശബ്ദത്തിൽ 1 മണിക്കൂർ സമയം ആദ്യമായിട്ടാണ് ആകാശവാണിയിലൂടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കഥാവേളയിൽ UK കുമാരൻ്റെ കഥ വളരെ നന്നായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള അവതരണം. ഓണക്കാലവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും മറ്റൊരു പരിപാടി കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചത് ഐക്യഭാരതിയിൽ ഡോക്ടർ PK രാധാമണിയുമായിട്ട് ഉള്ള സംഭാഷണമായിരുന്നു. കാര്യമായിട്ട് അഭിപ്രായങ്ങളൊന്നും ഐക്യഭാരതിയെക്കുറിച്ച് മെയിൽ ബോക്സിലോ ഒന്നും കേൾക്കാറില്ല. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ശ്രോതാക്കളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ പൗലോസ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഓണപരിപാടികളൊക്കെ വളരെ നന്നായി എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഡോക്ടർ PK രാധാമണിയെ കുറിച്ചുള്ള ഐക്യഭാരതി എന്ന പരിപാടിയെ കുറിച്ചാണ്. ഡോക്ടർ PK രാധാമണിയെ കുറിച്ചുള്ള പരിപാടി വളരെ വിജ്ഞാനപ്രദമായി എന്നും അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അത് സഹായിച്ചു എന്നും ആണ് പൗലോസ് മാസ്റ്റർ എഴുതിയിരിക്കുന്നത്. ആവണി പൊന്നൂഞ്ഞാലിനെ കുറിച്ച് വീണ്ടും നമുക്ക് ഒരുപാട് കത്തുകളും മെസ്സേജുകളും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു കത്ത് വായിക്കാം. എഴുതിയിരിക്കുന്നത് കാക്കൂരിൽ നിന്നും MK രാധാകൃഷ്ണനാണ്. ഞാൻ തിരുവോണ നാളിൽ സദ്യ ഉണ്ണുവാൻ ഒരുങ്ങിയ നേരം ആവണി പൊന്നൂഞ്ഞാൽ ആടിയിടുവാൻ അതാ സംഗീത ശ്രേഷ്ഠൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ വന്നു. റേഡിയോ കോലായിൽ ഉച്ചത്തിൽ ഓൺ ചെയ്ത് വെച്ച് സദ്യ ഉണ്ണുകയും കൽപ്പാന്ത കാലത്തോളം നിൽക്കുന്ന ഗാനങ്ങളുടെ സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററുടെ വാക്കുകളും അദ്ദേഹം കാഴ്ചവെച്ച പാട്ടുകളും ഹൃദയഹാരിയായി മാറുകയും ചെയ്തു. കോഴിക്കോട് നിലയം തയ്യാറാക്കിയ പ്രസ്തുത പരിപാടിക്ക് 1000 നന്ദിയും നമസ്കാരവും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. ഏതായാലും ആ പരിപാടി അദ്ദേഹത്തിനെ ആകർഷിച്ചു എന്നറിയുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. വീണ്ടും മറ്റൊരു കത്ത് പന്താവൂരിൽ നിന്നും കുഞ്ഞിപ്പ. അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള നിലയത്തിന്റെ ഓരോ പരിപാടികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. RK മലയത്ത്, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ എടുത്തു പറയേണ്ടവ തന്നെയായിരുന്നു എന്നുകൂടെ അദ്ദേഹം അറിയിക്കുന്നു. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ സംയുക്തമായിട്ടാണ് ഇത്തവണ ആവണി പൊന്നൂഞ്ഞാൽ എന്ന പേരിൽ അത്തം മുതൽക്ക് 10 ദിവസം ഈ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി അവതരിപ്പിച്ചത്. ഏതായാലും അത് ഒരുപാട് പേരെ ആകർഷിച്ചു എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. RK മലയത്തിന്റെ ഈ പരിപാടി മഞ്ചേരി ആകാശവാണിയാണ് അത് തയ്യാറാക്കിയത്. ഈ അഭിനന്ദനം അവർക്ക് കൈമാറുന്നു. ഇനി നമുക്കൊരു വാട്സ്ആപ്പ് മെസ്സേജിലേക്ക് പോവാം. വയനാട് വാളവയലിൽ നിന്നും മിനി VSന്റെ മെസ്സേജാണ്. 17-ാം തീയതി കോഴിക്കോട് ആകാശവാണി കേരള നിലയങ്ങൾക്ക് സമ്മാനിച്ച ഓണപ്പൂത്താലം ലളിതഗാനങ്ങൾ അടങ്ങിയ സദ്യ അതിഗംഭീരമായിരുന്നു. രാവിലെ 11 മണി മുതൽ 12 മണി വരെ. എന്റെ പ്രിയ വാണിക്കും അണിയറ പ്രവർത്തകർക്കും സ്നേഹത്തിൽ പൊതിഞ്ഞ ആശംസകൾ. ഓണപ്പൂത്താലം എന്ന് പറയുന്ന ഈ ലളിതഗാനമേള ഇത്തവണ 3 സംഗീത സംവിധായകരാണ് അതിലുണ്ടായിരുന്നത്. KV അബൂട്ടി, KR രഞ്ജിത്ത്, നിലമ്പൂർ സുരേഷ്. ഇവർ ചെയ്ത 9 പാട്ടുകളും വളരെയേറെ നന്നായി എന്നാണ് ഒരുപാട് ശ്രോതാക്കൾ എഴുതിയിരിക്കുന്നത്. അടുത്ത വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നെല്ലിച്ചോട് കാവനൂരിൽ നിന്നും MK ബാപ്പുവാണ്. അദ്ദേഹം 2 പരിപാടികളെ കുറിച്ചാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സെലിബ്രിറ്റി ചോയ്സ്. നടി ഷീലയും അതുപോലെ തന്നെ നടി നദിയ മൊയ്തുവും പങ്കെടുത്ത പരിപാടി വളരെ നന്നായി എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ആ 2 പരിപാടികളും കോഴിക്കോട് ആകാശവാണിയാണ് ചെയ്തത്. ഒപ്പം 15-ാം തീയതി സുരഭി ലക്ഷ്മി അതിഥിയായി വന്ന അതിഥി താരം പരിപാടി വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നുകൂടെ അദ്ദേഹം അറിയിക്കുന്നു. സന്തോഷം. ഇനി നമുക്കൊരു വോയിസ് നോട്ട് കേൾക്കാം. അയച്ചിരിക്കുന്നത് ഭാനുമതി, മലപ്പുറം ജില്ലയിൽ നിന്ന്. അതെ അതെ. ആകാശവാണിയുടെ ഒരു സജീവ ശ്രോതാവ് തന്നെയാണ്. ആകാശവാണിയുടെ പുതിയ മാറ്റങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. നന്നായിട്ടൊന്ന് ജീവൻ വെച്ചു.
പുതിയ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാംസ് കേൾക്കാറുണ്ട്. പിന്നെ ഓണപരിപാടികൾ ഉഷാറായിട്ടുണ്ട്. വിദ്യാധരൻ മാഷിന്റെ ഇന്റർവ്യൂ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. മാഷിന്റെ ശബ്ദത്തിൽ തന്നെ ഉണ്ട് സംഗീതം. മാഷ് സംസാരിക്കുന്നത് തന്നെ സംഗീതാത്മകമാണ്. അപ്പൊ ചോദിച്ചതും വളരെ ഇഷ്ടമായി. ഇന്റർവ്യൂ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ചോദ്യോത്തരവ് നന്നായിട്ട് ചോദിച്ചു. പിന്നെ ദീപസ്തംഭം, മഹാശ്ചര്യം, ഓർമ്മയിൽ എന്നെന്നുള്ള പ്രോഗ്രാം തിരിച്ചു വന്നത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. സീൻ ആൻഡ് സോങ് നല്ല അവതരണം, നല്ല പ്രസന്റേഷൻ. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൽ ബോക്സിന്റെ അവതരണം നല്ല രസമുണ്ട്. മെയിൽ ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ ഒരു വേദി വേണമല്ലോ. അത് തുടങ്ങിയതിൽ വളരെ സന്തോഷം. പിന്നെ ഒരു സോങ് കൊടുക്കുന്നുണ്ട് പ്രത്യേക രീതിയിൽ. അത് വളരെ സന്തോഷമുള്ള കാര്യം. പ്രത്യേകിച്ച് ഗായകരെയൊക്കെ ഓർക്കാൻ നമുക്ക് നല്ലൊരു അവസരമാണ്. ഭാനുമതിക്ക് കോഴിക്കോട് ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഇഷ്ടമായി, പ്രത്യേകിച്ച് ഓണം പരിപാടികൾ, പിന്നെ അതുപോലെ തന്നെ സീൻ ആൻഡ് സോങ്, പിന്നെ ഇന്നത്തെ ഗാനം. ഏതായാലും സമഗ്രമായിട്ട് എല്ലാ പരിപാടികളും വിലയിരുത്തിയിട്ടാണ് ഈ വോയിസ് നോട്ട് അയച്ചിരിക്കുന്നത്. സന്തോഷം. വീണ്ടും നമുക്കൊരു വോയിസ് നോട്ട് കൂടെ കേൾക്കാലോ. നന്മണ്ടയിൽ നിന്നും ദേവദാസ് അയച്ചിട്ടുള്ള വോയിസ് നോട്ടാണ്. ഒരു ശബ്ദമാധ്യമം എന്ന നിലയിൽ ആകാശവാണിക്ക് എന്നും പ്രസക്തിയുണ്ട്. ഈ അടുത്ത കാലത്ത് നടപ്പിലാക്കിയ പരിപാടികളുടെ സമയമാറ്റം ശ്രോതാക്കൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും വൈജ്ഞാനിക പരിപാടികളുടെ സമയക്രമം. ഓണപരിപാടികളുടെ ഭാഗമായി പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററുമായി സി കൃഷ്ണകുമാർ നടത്തിയ അഭിമുഖം വളരെ വ്യത്യസ്തത പുലർത്തി. സംഗീതത്തിന്റെ ഉള്ളറിയാൻ സഹായകമായ ഒരു പരിപാടിയായിരുന്നു അത്. അതേപോലെ MTയുടെ കാലം എന്ന നോവലിന്റെ ബോബിയുടെ അവതരണവും എടുത്തു പറയാവുന്ന ഒന്നാണ്. കഥാപാത്രങ്ങളെ കേൾവിക്കാരുടെ മുന്നിൽ കൊണ്ടുവരുന്ന പ്രതീതി അനുഭവപ്പെടുന്നു. ആക്ഷേപഹാസ്യത്തിലൂന്നിയ കിഞ്ചന വർത്തമാനവും എടുത്തു പറയേണ്ട പരിപാടി തന്നെ. ആകാശവാണിയിലെ അണിയറ ശില്പികളെ അഭിനന്ദിക്കുന്നു. ചെറിയൊരു വോയിസ് നോട്ടാണെങ്കിലും കുറേയേറെ കാര്യങ്ങളായാലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അദ്ദേഹം ഈ ഓണപരിപാടികളൊക്കെ വിലയിരുത്തി സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള വോയിസ് നോട്ട് നിങ്ങളുടെ വോയിസിൽ ഇത് പരിപാടിയിൽ കേൾക്കുക എന്നുള്ളതിൽ ഞങ്ങൾക്കും വളരെയേറെ സന്തോഷമുണ്ട്. ഇനി അടുത്ത വാട്സ്ആപ്പ് മെസ്സേജിലേക്കാണ് പോണത്. ആകാശവാണി കോഴിക്കോട് നിലയത്തിലും റിയൽ FM-ലുമായി പ്രക്ഷേപണം ചെയ്തു വരുന്ന പരിപാടികളിലെ മാറ്റം ശ്രദ്ധേയവും ഉപകാരപ്രദവുമാകുന്നു. ആരാണ് എഴുതിയിരിക്കുന്നത്? തൊണ്ടയാട് നിന്നും ഓമന. ഒരു നിർദ്ദേശം പറഞ്ഞോട്ടെ. കത്തുകളിലൂടെ നല്ലൊരു ചലച്ചിത്ര ഗാന പരിപാടി മുൻപത്തെ ഗാനമാലിക പോലെ കൊടുക്കാമോ? ശ്രോതാക്കളുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ആകാശവാണിയെ പോലൊരു മാധ്യമത്തിന് എളുപ്പത്തിൽ സാധിക്കും. വെറും ഫോണിൻ പരിപാടി എന്ന പതിവ് ശൈലിയിൽ നിന്നൊരു മാറ്റവുമാകും. വാട്സാപ്പും പരിഗണിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാട്സാപ്പിലൂടെ പാട്ട് ആവശ്യപ്പെടുന്ന പരിപാടി ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. കത്തുകളിലൂടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം. അത് നമ്മൾ ഇത്തരം പരിപാടികൾ തന്നെ പരിഗണിക്കാം. കത്തുകളിലൂടെ മാത്രം ഒരു പരിപാടി തുടങ്ങണോ? ഇനി നമുക്ക് വീണ്ടും ഒരു കത്തിലേക്ക് പോവാം. തിങ്കളാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് പ്രക്ഷേപണം ചെയ്തു വന്നിരുന്ന ഓർമ്മച്ചെപ്പ് ഏറെ ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു. ഈ പരിപാടി തുടർന്ന് കണ്ടില്ല. ഈ പരിപാടി തുടർന്നും കേൾക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ ഈ പരിപാടിയുടെ മുൻപുണ്ടായിരുന്ന റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഉചിതമായ സമയത്ത് കേൾപ്പിക്കാമോ? കൊറോണയ്ക്ക് മുൻപ് വരെ വ്യാഴാഴ്ചകളിൽ 10 മണിക്ക് പ്രക്ഷേപണം ചെയ്തിരുന്ന ഗോൾഡൻ അവർ എന്ന വനിതകൾക്കായുള്ള പരിപാടിയും മികച്ച നിലവാരം പുലർത്തിയിരുന്നു. ഈ പരിപാടിയും കഴിയുമെങ്കിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ എന്ന് അറിയിച്ചിരിക്കുന്നു. കൊണ്ടോട്ടിയിൽ നിന്നും വിഷ്ണുപ്രസാദ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഏത് പരിപാടികൾക്കും ഒരു മാറ്റമുണ്ടാവും അല്ലെ. ഇപ്പൊ ഓർമ്മച്ചെപ്പ് ഉദാഹരണമായിട്ട് പണ്ട് ശ്രോതാക്കളുടെ ഓർമ്മകളൊക്കെ പങ്കുവച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ അത് സംഗീത രംഗത്തെ പ്രതിഭകള് അല്ലെങ്കിൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഗോൾഡൻ അവറിന്റെ ഒക്കെ കാര്യം. നമ്മൾ പുതിയ ഒരുപാട് പരിപാടികൾ തുടങ്ങുമ്പോൾ നമ്മൾ ആ പഴയ രീതിയിലുള്ള പരിപാടികളിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നതിൽ വലിയ യോജിപ്പില്ല. ഏതായാലും പുതിയ പരിപാടികൾ വന്നിട്ടുണ്ടല്ലോ, തീർച്ചയായും അത് കേൾക്കുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയമാവുന്നു, നമുക്ക് പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായി. അതിനു മുൻപ് നമ്മുടെ വാട്സ്ആപ്പ് മെസ്സേജും വോയിസ് നോട്ടും ഒക്കെ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറഞ്ഞാലോ? അതെ, 9400244440. ഇത് കൂടാതെ കത്തുകളും അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം ഇതാണ്: മെയിൽ ബോക്സ്, സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, പിൻകോഡ് 673032. ഇനി ഇതും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ 103.6 റിയൽ FM എന്നുള്ളൊരു പേജുണ്ട്. ഈ പേജിലെ പോസ്റ്റുകൾക്ക് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മെയിൽ ബോക്സ് അടച്ചാലോ? അപ്പൊ വീണ്ടും തുറക്കുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.